ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മുഹമ്മദ് റിയാസ് നേരത്തെ പാർട്ടി ഓഫീസിലായിരുന്നു ഉണ്ടാവുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വലിയ ആവേശത്തോടെ വലിയ സ്വീകരണമാണ് മുഹമ്മദ് റിയാസിന് പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ഈ പ്രവർത്തകർ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. അത്തരത്തിൽ ഇങ്ങോട്ടേക്ക് കൃത്യമായി ഈ വസീഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ നിലവിൽ ഈ വീട്ടിനകത്തേക്ക് മുഹമ്മദ് റിയാസ് പോയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥരെത്തുമ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്തിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം വീട്ടിലേക്ക് പ്രവേശിക്കുകയും മാതാപിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുകയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 6 മണി മുതൽ അവർ ഈ വീട്ടിനകത്താണ് ഉള്ളത്. അവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ മോശമായി പെരുമാറിയിട്ടുണ്ടോ, ഇ ഡി ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയിട്ടുണ്ടോ, എന്താണ് അവരോട് ചോദിച്ചറിഞ്ഞത്, അവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ മൊഴിയെടുത്തിട്ടുണ്ടോ, അവരോട് ഏതെങ്കിലും പേപ്പറുകളിൽ ഒപ്പിടിയിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം മുഹമ്മദ് റിയാസ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് എത്തിയ ഉടൻ തന്നെ അദ്ദേഹം നേരെ അകത്തേക്കാണ് പോയിട്ടുള്ളത്. അകത്ത് ഇപ്പോൾ മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റുള്ള ഇവിടെ പ്രാദേശികമായുള്ള പ്രവർത്തകരും നേരത്തെ തന്നെ അകത്തുണ്ടായിരുന്നു. അവരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഏതൊരു തരത്തിലുള്ള ഒരു ആവേശമാണ് അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഇവരുടെ ഈ പ്രാദേശികമായി ഇവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസ് എന്നുള്ളത് മുഹമ്മദ് റിയാസ് കെ ആണ്. അപ്പോൾ ആ റിയാസ് ക എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ മുദ്രാവാക്യവും മുഴക്കുന്നത്. അത്തരത്തിൽ മുഹമ്മദ് റിയാസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം അത് നടക്കില്ല എന്നുള്ള മുദ്രാവാക്യമാണ് ഇപ്പോൾ പ്രവർത്തകർ മുഴക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് DC ഓഫീസിലുണ്ട് എന്നുള്ളതായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നത് റിയാസ് എവിടെ എന്നുള്ളതായിരുന്നു. ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ മുഹമ്മദ് റിയാസ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് എവിടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത് അദ്ദേഹം DC ഓഫീസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ട്. അവിടെ ഈ ഓൺലൈനിലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ പരിശോധനയൊക്കെ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അത് വലിയ ആവേശത്തോടെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രത്തോളം വൈകാരികമായാണ് പ്രവർത്തകർ പെരുമാറുന്നത് എന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസ് ഈ രണ്ടുപേരെയും ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം ED യുടെയും ഒപ്പം തന്നെ അന്വേഷണ ഏജൻസിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്